ഇത് ഇവിടെ എടുക്കാൻ പറ്റില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്ട്രോക്ക് ആണെന്ന് ചോദിച്ചു നമ്മളെല്ലാവരും. അങ്ങനെ ചേട്ടൻ അനന്തപുരി പോയി ഡോക്ടറെ കാണിച്ച് ഞാൻ പറഞ്ഞു ഇത് സ്ട്രോക്ക് അല്ല ബെൽസ് പാൽസി ആണെന്ന് പറഞ്ഞു. ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ രചന അക്ബർ. ബെൽസ് പാൽസി എന്ന് പറയുന്നത് നമ്മുടെ ഫേഷ്യൽ നെർവ്, ഫേസിലെ മസിൽസിലേക്ക് ഇമ്പൾസ് പാസ് ചെയ്യുന്ന നെർവിന്റെ പാസേജിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഈ സമയത്ത് ഒരു ടെമ്പററി വീക്ക്നെസ് അല്ലെങ്കിൽ പാരലിസിസ് ഓഫ് ദ ഫേസ് മസിൽസ് സംഭവിക്കും. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്കേജ് ഓഫ് ബ്ലഡ് സപ്ലൈ ടു ദ ബ്രെയിൻ, പാർട്ട് ഓഫ് ബ്രെയിൻ. ഇത് പലതരമുണ്ട്, ഇഷ്യമിക് ഉണ്ട്, ഹെമറേജിക് ഉണ്ട്, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫേഷ്യൽ പാൽസിനെ കുറിച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഫേഷ്യൽ പാൽസി ആൻഡ് ബെൽസ് പാൽസി സിമിലർ ആണ്, ബട്ട് നോട്ട് സെയിം. സ്ട്രോക്കിന്റെ ഒരു ക്ലിനിക്കൽ സൈൻ കൂടിയാണ് ഫേഷ്യൽ പാൽസി. ബെൽസ് പാൽസി യൂഷ്വലി വൺ സൈഡ് ഓഫ് ദ ഫേസ് ആയിരിക്കും എഫക്റ്റ് ആവുക. ഇതിന്റെ ക്ലാസിക്കൽ സൈൻ ആണ് ബെൽസ് ഫെനോമിനൻ, അല്ലെങ്കിൽ ഇനബിലിറ്റി ടു ക്ലോസ് ദ ഐസ്, ഡ്രൂപ്പിംഗ് ഓഫ് ദ സലൈവ, അല്ലെങ്കിൽ നമ്മൾ ചിരിക്കുന്ന സമയത്ത് മുഖം അല്ലെങ്കിൽ ചുണ്ട് ഒരു ഭാഗത്തേക്ക് കൂടിപ്പോകുന്നു. എന്നാൽ സ്ട്രോക്ക് പൊതുവേ ഇറ്റ്സ് ഇൻവോൾവ് ഇൻ ദ ബോഡി ഓൾസോ. ഫേസ് മാത്രമല്ല, ബോഡിയും ഇൻവോൾവ് ആവും. ഈസി ക്ലിനിക്കൽ ടെസ്റ്റ് ഉണ്ട്, അത് കണ്ടു. ഫാസ്റ്റ് ടെസ്റ്റ്. എഫ് ഫോർ ഫേസ്. ഫേസിൽ ഈ തരം വീക്ക്നെസ് കാണാം. എ ഫോർ ആം. ആം ഇൻവോൾവ് ആയിരിക്കും. ആം പൊക്കാൻ കഴിയില്ല, നമ്മൾ പൊക്കി വെച്ചാലും ആൾക്ക് താഴ്ന്നു പോകും. ഓക്കെ, ഇറ്റ് ക്യാൻ ബി വൺ സൈഡ് ഓർ ബോത്ത് സൈഡ്സ്. എസ് സ്പീച്ച്, അതായത് അവരുടെ സ്പീച്ച് സ്ലേർഡ് ആയിരിക്കും, പ്രോപ്പർ ആയിരിക്കില്ല. സോ ഇഫ് യു ഫൈൻഡ് FAS ടു ബി പോസിറ്റീവ്, T ഈസ് ഫോർ ടൈം. വിത്തിൻ 1 hour നിങ്ങൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ്. പേടിക്കൊന്നും വേണ്ട, ഇത് രണ്ടും ക്യൂറബിൾ ആണ്, ട്രീറ്റ്മെന്റ് ഉണ്ട്. ആൻഡ് ഫിസിയോതെറാപ്പി can make wonders in both of them after the primary first line treatment. Hope this video is helpful for you. Revive your future, revive your health with Dr. Rachna Akbar. Thank you. Take care.